നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും നിലപാടെടുത്തിട്ടും എന്തൊക്കെയോ ചെയ്തെന്ന് വരുത്തി തീർക്കാനുള്ള നടപടികൾ മാത്രമാണ് ADGP വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരസഭ പൂന്തോപ്പ് വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. KC വേണുഗോപാൽ MP ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. തോട്ടപ്പള്ളി നാലുചിറ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ഓൺലൈനായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ എച്ച് MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പുറക്കാട് പഞ്ചായത്തിൽ എന്റെ ഗ്രാമം മാലിന്യമുക്തം പദ്ധതിക്ക് തുടക്കമായി. അമ്പലപ്പുഴ MLA എച്ച് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തര കൗൺസിൽ യോഗം നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്നു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷയായി. വാർത്തകൾ വിശദമായി. സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും നിലപാടെടുത്തിട്ടും എന്തൊക്കെയോ ചെയ്തെന്ന് വരുത്തി തീർക്കാനുള്ള നടപടികൾ മാത്രമാണ് ADGP വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KC വേണുഗോപാൽ. സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും നിലപാടെടുത്തിട്ടും എന്തൊക്കെയോ ചെയ്തെന്ന് വരുത്തി തീർക്കാനുള്ള നടപടികൾ മാത്രമാണ് ADGP വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KC വേണുഗോപാൽ. ചികിത്സിക്കാൻ ഒരു പരിപാടി അവരുടെ കയ്യിലില്ല. തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും ഈ ഫാൾസ് പ്രസ്റ്റീജ് വെച്ചിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയല്ല മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇത്രയും ഗൗരവമായ വിഷയത്തിൽ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും ശക്തമായ നിലപാടെടുത്തിട്ടും പേരിൽ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രം, ഒരു ആത്മാർത്ഥയില്ലാതെ നമുക്ക് വ്യക്തമായിട്ട് കണ്ട മനസ്സിലാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റുക എന്നുള്ളതല്ലല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇഷ്യൂ അത്രയും ഗൗരവമുള്ള ഇഷ്യൂ അല്ലേ? ഇത്രയും ഗൗരവമുള്ള ഇഷ്യൂ താങ്കളുടെ തന്നെ മുന്നണിയിലെ ഘടകകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂവിൽ ഇങ്ങനെയാണോ സത്യത്തിൽ CPIയെ കളിയാക്കുക ചെയ്യുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. ഈ ഉത്തരവിലൂടെ ADGP വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ തൊലിപ്പുറത്തെ ചികിത്സ നടത്തുന്നത് പോലെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. വിഷയം ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റുക എന്നുള്ളതല്ല, ഗൗരവമുള്ള വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ സർക്കാർ എടുത്ത നിലപാട് CPIയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും KC വേണുഗോപാൽ MP കൂട്ടിച്ചേർത്തു. ആലപ്പുഴ നഗരസഭ പൂന്തോപ്പ് വാർഡിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. KC വേണുഗോപാൽ MP ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. ആലപ്പുഴ നഗരസഭ പൂന്തോപ്പ് വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരത്തിൽ 6ാമത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് പൂന്തോപ്പിൽ പ്രവർത്തനം ആരംഭിച്ചത്. പ്രാഥമിക ചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനും നഗരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പൂന്തോപ്പ് SNGS പ്രാർത്ഥനാ സമിതിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ആലപ്പുഴ MP KC വേണുഗോപാൽ നാടിന് സമർപ്പിച്ചു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാത്തിനും മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ജനറൽ ആശുപത്രി ഇതൊക്കെയാണ് ആശ്രയം. അവിടെ പോകുമ്പോൾ നമുക്കറിയാം അവിടുത്തെ രോഗികളുടെ എണ്ണം അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒരു തലവേദനയും പനിയും വന്ന ആളും നേരെ പോകുന്ന മെഡിക്കൽ കോളേജിലേക്കാണ്. അപ്പൊ ഇതിന്റെ OP എണ്ണം കൂടുന്നതോടുകൂടി കാര്യമായ അസുഖം വന്ന് ചികിത്സിക്കുന്നവർക്കും കാര്യമായ അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും. ഈ ഒരു സങ്കല്പത്തിന് പുറത്താണ് നഗരങ്ങളിലൊക്കെ തന്നെ കൊച്ചു കൊച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സാധാരണഗതിയിലുള്ള അസുഖങ്ങളൊക്കെ, വലിയ മാരകമല്ലാത്ത സാധാരണഗതിയിലുള്ള അസുഖങ്ങളൊക്കെ ചികിത്സിക്കാനും അതോടൊപ്പം നമ്മുടെ ആരോഗ്യ രംഗത്തേക്ക് വേണ്ടുന്ന പൊതുവായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അതിനാവശ്യമായിട്ടുള്ള സുഖകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. തുടർന്ന് നടന്ന പൊതുസമ്മേളനവും MP ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, നസീർ പുന്നക്കൽ, MG സതീദേവി, R വിനീത, പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് റീഗോ രാജു, കക്ഷി നേതാക്കളായ P രതീഷ്, സലീം മുല്ലാത്ത്, കൗൺസിലർമാരായ A ഷാനവാസ്, ഗോപിക വിജയപ്രസാദ്, P റഹിയാനത്ത്, ക്ലാരമ്മ പീറ്റർ,
ജില്ലാ മെഡിക്കൽ ഓഫീസർ ജമുന വർഗീസ്, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ കോശി സി പണിക്കർ, ഡോക്ടർ പ്രിയദർശൻ, ഹെൽത്ത് ഓഫീസർ KP വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൂന്തോപ്പ് വാർഡ് കൗൺസിലർ B മെഹബൂബ് ചടങ്ങിന് നന്ദി പറഞ്ഞു. ജനറൽ OP, ലബോറട്ടറി, ജീവിതശൈലി രോഗനിർണയം, ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം എന്നീ ക്ലിനിക്കൽ സേവനങ്ങൾ കൂടാതെ രോഗവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുമായി ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഗുരുതര രോഗങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും റഫറൽ സേവനങ്ങളും ആരോഗ്യ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഗർഭകാല പരിചരണം സുഗമമായി നടപ്പാക്കാൻ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള വിവിധ സേവനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഉച്ചയ്ക്ക് 1 മണി മുതൽ 7 മണി വരെ OP സമയം ക്രമീകരിച്ചിരിക്കുന്ന ക്ലിനിക്കിൽ ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ എന്നിവരെയാണ് പ്രാഥമികഘട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. 12 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാണ് നഗരസഭ വിവിധ വാർഡുകളിലായി ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. പൂന്തോപ്പ് വാർഡിന് പുറമെ കിടങ്ങാമ്പറമ്പ്, ഇരവുകാട്, വലിയമരം, പവർ ഹൗസ്, വഴിച്ചേരി എന്നീ കേന്ദ്രങ്ങളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനം വിജയകരമായി നടന്നുവരുന്നതായും അധികൃതർ സൂചിപ്പിച്ചു. തോട്ടപ്പള്ളി നാലുചിറ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ഓൺലൈനായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ അമ്പലപ്പുഴ MLA H. സലാം ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കിഫ്ബി ഫണ്ടിൽ 3 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തോട്ടപ്പള്ളി നാലുചിറ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്താകെ 30 സ്കൂളുകളുടെ ഉദ്ഘാടനവും 12 സ്കൂളുകളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചത്. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ H. സലാം MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇതോടൊപ്പമുള്ള കിച്ചൺ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും H. സലാം MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് ചടങ്ങിൽ അധ്യക്ഷയായി. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS മായാദേവി, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് VS ജിനുരാജ്, പ്രിയ അജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R. ഉണ്ണി, പഞ്ചായത്ത് അംഗങ്ങളായ ലിനാര ജനീഷ്, D. ശ്രീദേവി, DEO L. പവിഴകുമാരി, AEO S. സുമാദേവി, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ AG ജയകൃഷ്ണൻ, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ M. സുനിൽകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പുറക്കാട് പഞ്ചായത്തിൽ എൻ്റെ ഗ്രാമം മാലിന്യമുക്തം പദ്ധതിക്ക് തുടക്കമായി. അമ്പലപ്പുഴ MLA H. സലാം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി പുറക്കാട് പഞ്ചായത്തിൽ എൻ്റെ ഗ്രാമം മാലിന്യമുക്തം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി പുതിയ MCF കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും യന്ത്രസാമഗ്രികളുടെ സ്വിച്ച് ഓൺ കർമ്മവും ഉദ്ഘാടന സമ്മേളനത്തിൽ നടത്തി. 11,18,677 രൂപയും പഞ്ചായത്തിന്റെ 1,76,663 രൂപയും ഉൾപ്പെടെ ആകെ 13 ലക്ഷത്തോളം രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തിയാക്കിയത്. H. സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. ചുമതല കൂടിയാണ് എൻ്റെ വീടും എൻ്റെ നാടും എൻ്റെ പരിസരവും ശുചിയായിരിക്കുക എന്നുള്ളത്. ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് അത് മുദ്രാവാക്യമായി പതിഞ്ഞാലാണ് അതിനടിസ്ഥാനപ്പെടുത്തി നമ്മൾ നമ്മുടെ ജീവിതശീലങ്ങളിൽ മാറ്റം വരുത്തിയാലാണ് പരിപൂർണതയോടെ നമുക്ക് മാലിന്യമുക്തമായ ഒരു നാടാക്കി മാറ്റാൻ പറ്റുന്നത്. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരുപാട് നിലയിൽ നമ്മൾ കേരളം മുന്നോട്ട് പോയൊരു നാടാണ്. പലവിധമായ നേട്ടങ്ങൾ നോക്കിയാൽ കാണാം. അത് പഴയ കാലത്തൊട്ടുള്ള കേരളം നോക്കിയാൽ നവോത്ഥാനത്തിന്റെയും സാമൂഹ്യ പരിഷ്കരണത്തിന്റെയും പുരോഗമനപരമായ ജീവിതം സാധ്യമായതിന്റെയും ആരോഗ്യ MCF അങ്കണത്തിൽ നടത്തിയ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഡോക്ടർ VS ജിനുരാജ്, പ്രിയ അജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ R. ഉണ്ണി, G. വേണുലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ ലീന രജനീഷ്, M. ശ്രീദേവി, D. മനോജ്, R. സുനി, പഞ്ചായത്ത് സെക്രട്ടറി B. ഇന്ദു, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആശാ മോൾ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS മായാദേവി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്നു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്നു. നഗരസഭ ചെയർപേഴ്സൺ KK ജയമ്മ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷയായി.
നഗരസഭാ ഉപാധ്യക്ഷൻ PS.M. ഹുസൈൻ, നഗരസഭാ സെക്രട്ടറി മുംതാസ്, എഞ്ചിനീയർ ഷിബു നാൽപ്പാട്ട്, സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പുന്നയ്ക്കൽ, MR പ്രേം, AS കവിത, MG സതീദേവി, R വിനീത, മറ്റ് കൗൺസിലർമാർ, ഹെൽത്ത് ഓഫീസർ KP വർഗീസ് തുടങ്ങിയവർ കൗൺസിൽ യോഗത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും നിലപാടെടുത്തിട്ടും എന്തൊക്കെയോ ചെയ്തെന്ന് വരുത്തി തീർക്കാനുള്ള നടപടികൾ മാത്രമാണ് ADGP വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരസഭ പൂന്തോപ്പ് വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. KC വേണുഗോപാൽ MP ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. തോട്ടപ്പള്ളി നാലുചിറ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ഓൺലൈനായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ H. സലാം MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പുറക്കാട് പഞ്ചായത്തിൽ എന്റെ ഗ്രാമം മാലിന്യമുക്തം പദ്ധതിക്ക് തുടക്കമായി. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തര കൗൺസിൽ യോഗം നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്നു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷയായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.